ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പം നമുക്കിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് നല്ല ഗ്രേവിയോടുകൂടിയുള്ള ചിക്കൻ ചില്ലി ഉണ്ടാക്കിയെടുത്താലോ? അപ്പം ഞാനിവിടെ 1/2 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ്. കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടീസ്പൂൺ കോൺഫ്ലവറും 1 മുട്ടയും ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി നമുക്ക് ഈ ചിക്കനിൽ പുരട്ടി ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൽ എല്ല് ഉള്ള പീസും ഒക്കെ ഉണ്ട് കേട്ടോ. മിക്സ്ഡായിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഞാൻ ഇതേപോലെ ഒരു പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇതേപോലെ നിരത്തി വെച്ച് ഫ്രൈ ആക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് 2 ഭാഗവും ഒരേപോലെ ഗോൾഡ് കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനിവിടെ ചിക്കൻ ഫുള്ളും 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ആദ്യം അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോയോളം ചിക്കനായിരുന്നു എടുത്തത്. അതിന് വേണ്ടിയിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. സവാള ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, ആ ലെയർ ഇങ്ങനെ ഇളക്കി ഓരോന്നാക്കി മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ഇഞ്ചിയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി 2 പച്ചമുളകും കൂടി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഒരു ക്യാപ്സിക്കമാണ് ഇതിലേക്ക് വേണ്ടത്. ക്യാപ്സിക്കം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം സവാള അരിഞ്ഞെടുത്ത അതേ വലിപ്പത്തിൽ തന്നെ ക്യാപ്സിക്കവും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതേപോലെ നമുക്കിതിൻ്റെ അകത്തുനിന്ന് ആ കുരു എടുത്ത് മാറ്റാം. സവാള അരിഞ്ഞ അതേപോലെ ക്യാപ്സിക്കവും ഞാൻ ഇവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണയില്ലേ, അതേ എണ്ണയിൽ തന്നെ ഞാനിവിടെ ആ എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ആദ്യം ചേർത്തു. അതിന് ശേഷം സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതെല്ലാം ചെയ്യണം. സവാള ചേർത്തതിന് ശേഷം പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം നമുക്കിതിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി ഇതിൽ ഒരു 1.5 ടീസ്പൂണോളം ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവിയോടുകൂടിയുള്ള ചില്ലി ചിക്കൻ ആയതുകൊണ്ട് നമുക്കൊരു ഇത്തിരി എരി കൂട്ടി ചേർക്കുന്നതാണ് നല്ലത്. ഇനി 2.5 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണിലും താഴെ സോയാ സോസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റെഡിയായി വരുന്ന സമയത്തിന് നമുക്ക് ഈ കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കണം. അപ്പം 4 ടീസ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 1 കപ്പ് വെള്ളമാണ് ഇതിൽ ആഡാക്കുന്നത്. അപ്പോൾ ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം.
കോൺഫ്ലവർ കലക്കിയത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരക്കപ്പ് വെള്ളത്തിലാണ് കോൺഫ്ലവർ കലക്കി ചേർത്തത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 2-3 നുള്ള് കുരുമുളക് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 തണ്ട് മല്ലിയിലയും കൂടി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചില്ലി ചിക്കൻ ഗ്രേവിയോടുകൂടിയുള്ളത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.